അടിമാലി വാളറ കുളമാങ്കുഴിയിലെ കാട്ടാനശല്യം പ്രതിരോധിക്കാൻ വഴിയൊരുങ്ങുന്നു. അഡ്വക്കേറ്റ് രാജ എം.എൽ.എയുടെ സാന്നിധ്യത്തിൽ മൂന്നാർ DFOയുമായി നടന്ന ചർച്ചയിലാണ് ഇക്കാര്യത്തിന് വേണ്ടുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. പ്രദേശത്ത് പ്രവർത്തനക്ഷമമല്ലാതിരുന്ന ഫെൻസിംഗിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും ഫെൻസിംഗ് ഇല്ലാത്തയിടത്ത് ഫെൻസിംഗ് തീർക്കാനും യോഗം തീരുമാനം കൈക്കൊണ്ടു. പ്രദേശത്ത് ഭീതി പരത്തിയിരുന്ന കാട്ടാനയെ RRT സംഘം ഇവിടെ നിന്നും തുരത്തി. 3 കാട്ടാനകളായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാളറ കുളമാങ്കുഴി മേഖലയിൽ ജനവാസ മേഖലയിലിറങ്ങി നാശം വരുത്തിയിരുന്നത്. പ്രദേശത്തെ 50ഓളം കർഷകരുടെ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ ഇതുവരെ നാശം വരുത്തി. കാട്ടാനശല്യത്തിനെതിരെ ആളുകൾക്കിടയിൽ വലിയ പ്രതിഷേധമുയരുകയും വനം വകുപ്പ് ഓഫീസിലേക്ക് ആളുകൾ പ്രതിഷേധവുമായി എത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് രാജ എം.എൽ.എയുടെ സാന്നിധ്യത്തിൽ മൂന്നാർ DFOയുമായി ചർച്ച നടന്നത്. പ്രദേശത്ത് പ്രവർത്തനക്ഷമമല്ലാതിരുന്ന ഫെൻസിംഗിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനും ഫെൻസിംഗ് ഇല്ലാത്തയിടത്ത് ഫെൻസിംഗ് തീർക്കുവാനും യോഗം തീരുമാനം കൈക്കൊണ്ടു. പ്രദേശത്ത് ഭീതി പരത്തിയിരുന്ന കാട്ടാനയെ RRT സംഘം ഇവിടെ നിന്നും തുരത്തി. തീരുമാനങ്ങൾ നടപ്പിലാകുന്നതോടെ കാട്ടാനശല്യം അവസാനിക്കുമെന്നാണ് ആളുകളുടെ പ്രതീക്ഷ. DFOയുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ബഹുമാനപ്പെട്ട ദേവുകുളം MLA അഡ്വക്കേറ്റ് രാജയുടെ നേതൃത്വത്തിൽ കർഷക സംഘത്തിന്റെ നേതാക്കളെ TK ഷാജിയുടെയും എല്ലാം നേതൃത്വത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് DFO ഇന്നലെ യോഗം വിളിച്ചു ചേർക്കുകയും ആ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നശിച്ചുപോയ ഫെൻസിങ് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കും എന്ന് അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തന്നെ സാധന സാമഗ്രികൾ ഇറക്കുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുളമാങ്കുഴിയിൽ സമീപവാസികളെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് ഫോറസ്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ മിനിയാന്നുമായി കാട്ടാനയെ ഓടിച്ച് ആ പ്രദേശത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. തുടർന്ന് എന്തെങ്കിലും കടന്നു വരുന്ന സാഹചര്യം വന്നാൽ അപ്പോൾ തന്നെ RRT ടീമിൻ്റെ സ്പെഷ്യൽ ടീമിനെ തന്നെയാണ് DFO അവിടെ വിന്യസിച്ചിട്ടുള്ളത്. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കാർഷിക വിളകൾ നശിച്ച മുഴുവൻ കർഷകർക്കും മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുവാനും യോഗത്തിൽ തീരുമാനമെടുത്തു. പിടിയാനകളിൽ ആകൃഷ്ടരായി കാട്ടുകൊമ്പന്മാർ എത്താൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ആനസവാരി കേന്ദ്രങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു. കാട്ടാനകളെ ഭയന്ന ആളുകൾക്ക് കൃഷിയിടങ്ങളിൽ പകൽ സമയത്ത് പോലും ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു വാളറ കുളമാങ്കുഴി മേഖലയിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.